എഴുതിയ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ആരാധനയുടെ നടുവിൽ അവരെ സ്തോത്രം ഈ കാര്യം പറയുവാനായിട്ടിടയായി. വായിക്കുമോ പ്ലീസ്? സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 16. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ അതേ സ്തോത്രം ഓർപ്പിച്ചതായ ഒരു പ്രത്യേക വാക്കുകളാണ് ഈ കാര്യങ്ങൾ. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. ആരും ചെയ്യുന്ന അതേ സ്തോത്രം ഒരു കാര്യമാണ്. വിളക്ക് കത്തിച്ച് അകത്തു വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് അത് സാധാരണ എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ നാം ചെയ്യണമെന്ന കർത്താവ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. വിളക്ക് കൊളുത്തിയിട്ട് ആരും പറയും കീഴിലോ കട്ടിക്കീഴിലോ വെക്കുമാറുണ്ടോ? അതൊരിക്കലും ചെയ്യാറില്ല. പക്ഷേ ഈ വിളക്ക് എന്താണെന്ന് കഴിഞ്ഞ ദിവസവും നാം ചിന്തിപ്പാൻ ഇടയായി തീർന്നു. കർത്താവ് പറഞ്ഞു, അതേ സ്തോത്രം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. ജീവിതത്തിൽ ആ വെളിച്ചം കിട്ടിയ ദൈവമക്കൾ അവിടെ ഇരിക്കുന്നവരെല്ലാവരും യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിട്ടുണ്ട്. ഈ വിളക്ക് കൊളുത്തി കിട്ടിയ ദൈവമക്കളാ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര്. പക്ഷെ ഈ വെളിച്ചം കിട്ടിയവര് ഇത് മൂടി വെക്കാനുള്ളവരല്ല, മറച്ചു വെക്കാനുള്ളവരല്ല. ഈ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, സഭയ്ക്കകത്ത് അതേ സ്തോത്രം ഈ വെളിച്ചം അകത്തു വരുന്നവരെന്ത് ചെയ്യണം? കാണണമെങ്കിൽ വെളിച്ചം ലഭിച്ചവര് പ്രകാശിച്ചേ പറ്റൂ. നമ്മൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറയുവാനിടയെ ശരീരത്തിന്റെ വിളക്ക കണ്ണെന്ന് പറയുന്നത്. കണ്ണ് അത് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മൊത്തം എന്തായിരിക്കും? പ്രകാശിതമായിരിക്കും. കേടുള്ളതെങ്കിലോ അത് മൊത്തം ഇരുട്ടായിരിക്കും എന്ന് പറയാനിടയായി. നമ്മുടെ കണ്ണിന്റെ പ്രത്യേകതയാണ് സ്തോത്രം വെളിച്ചം അതെ കാണുക എന്നുള്ളത്. നമ്മുടെ കണ്ണിനകത്ത് ഏതാണ്ട് വെളിച്ചം ഇരുന്നിട്ടല്ല പുറത്തോട്ട് പ്രകാശിക്കുന്നത്, അല്ലെ? ലൈറ്റ് പോയി ഇരുട്ടാകുമ്പോൾ നമുക്കറിയാം സ്തോത്രം നമ്മുടെ കണ്ണിന് നമുക്ക് എന്തില്ല? വെളിച്ചം കാണാൻ ഒക്കെയില്ല. എന്നാൽ ശരീരത്തിന്റെ ഒരു പ്രവർത്തനം കർത്താവ് വെളിച്ചം കാണാൻ വേണ്ടി ഈ കണ്ണ് നിർമ്മിച്ചതിന്റെ പിമ്പിൽ ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. ഹല്ലേലൂയ. ഇത് അതേ പ്രകാശം ഏറ്റെടുത്ത് നമുക്കിത് പ്രകാശം എന്ത് ചെയ്യണം? തരണം. അപ്പോഴാണ് നമുക്ക് മൊത്തം എന്താകുന്നത്? വെളിച്ചമാകുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവാണ് നമ്മുടെ വെളിച്ചം എന്ന് പറയുന്നത്. ദൈവം ഇതിലെ ആ വെളിച്ചം തിരിച്ചു പ്രകാശിപ്പിക്കാനായിട്ടാ ദൈവം നമ്മുടെ ഉള്ളത്തിൽ പ്രകാശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ നാം ആകുന്ന ഈ വിളക്ക് കേടുള്ളതാണെങ്കിൽ വേണ്ട രീതിയിൽ വെളിച്ചം പുറത്തു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മുടെ കേടുപാടുകളൊക്കെ ഒന്ന് മാറ്റണം. ഏതവസ്ഥ എവിടൊക്കെയാണ് കേടുപാട്? വേണ്ട രീതിയിൽ ഈ വെളിച്ചം പുറത്തേക്ക് വിടുവാൻ കഴിയാതെ എവിടെയാണ് നമുക്ക് കേട് പറ്റിയിരിക്കുന്നത്? ആ കേട് ഒന്ന് നന്നാക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ക്രിസ്തു നമ്മിൽ നിന്നൊന്ന് പ്രകാശിച്ചേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി എല്ലാ ദൈവമക്കളിലും വെളിപ്പെട്ടേ പറ്റൂ. എവിടെയാണ് എന്റെ കേട് പറ്റിയിരിക്കുന്നത്? എവിടെയാണ് എനിക്ക് കേട് സംഭവിച്ചിരിക്കുന്നത്? ആ കേട് തീർക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ആ കേട് മാറ്റി ചില കുടുംബങ്ങളെ പണിയാൻ പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നുണ്ട്. ചില വ്യക്തികളെ പണിയാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ദോഹ അസംബ്ലി ഓഫ് ഗോഡ് സഭയെ അത് പണിയാൻ പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവമേ പരിശുദ്ധാത്മാവ് ആഹ്വാനം തന്നെങ്കിൽ ദൈവാത്മാവ് പറയാണ്, ഈ ദിവസങ്ങളിൽ ചിലർ പ്രകാശം ഏറ്റെടുത്ത് പറ്റൂ. ഹല്ലേലൂയ. കാഴ്ചപ്പാടുള്ള ഒരു സഭയായിരിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണു മങ്ങിയാൽ ദൈവത്തിന്റെ പൈതലെ
വേണ്ട രീതിയിൽ കാര്യങ്ങളെ കാണാൻ കഴിയാതെ പോകും, വേണ്ട രീതിയിൽ പ്രകാശിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണിന് കാഴ്ച ആവശ്യമാണ്. ഹല്ലേലൂയ. ആ കാഴ്ച അത് ലഭിക്കണമെങ്കിൽ കർത്താവ് നമ്മിൽ വേണ്ട രീതിയിൽ ഒന്ന് പ്രകാശിച്ചേ പറ്റൂ. ഹല്ലേലൂയ. കർത്താവിനെ കാണേണ്ട പോലെ ഒന്ന് കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണ് മങ്ങിയിരിക്കുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ആ മങ്ങലുകളെ ഒന്ന് മാറ്റിയേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്നത് സ്തോത്രം, നാം ഈ ദിവസങ്ങളിൽ പ്രകാശം ഒന്ന് ഏറ്റെടുത്തേ പറ്റൂ. അപ്പൊ ഏറ്റെടുക്കാൻ കഴിയാതെ, പ്രകാശിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങളെ നാം ഒന്ന് മാറ്റിയേ പറ്റൂ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേണ്ട രീതിയിൽ പ്രകാശിക്കണം. സ്തോത്രം. അതിന്റെ ഒരു വെളിച്ചം, അതേ സ്തോത്രം, പുറത്തു വരേണ്ടതാ. കഴിഞ്ഞ ദിവസം WMC പറഞ്ഞ സ്നേഹം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ, അപ്പസ്തോലനായ യോഹന്നാൻ തന്റെ ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറയുന്നു: കുഞ്ഞുങ്ങളെ, ദൈവം വെളിച്ചമാകുന്നു, അവരിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവരോട് കേട്ടിട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. സ്തോത്രം. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ ഭോഷ്ക് പറയുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ നാമും വെളിച്ചത്തിൽ എന്തുവാ നടക്കണം. യോഹന്നാൻ ഈ വെളിച്ചത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, അറിയിക്കുന്നത്. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് എന്തുവാ പറയുന്നു. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, നാം കർത്താവ് വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ അവൻ വെളിച്ചമാ. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിൽ നടക്കണം. നമ്മിലും ആ വെളിച്ചം കാണണമെന്നാ പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തമ്മിൽ എന്തോ ഉണ്ടാകാനാ ഇത് പറയുന്നത്? കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. അപ്പൊ തമ്മിൽ ദൈവമക്കൾക്ക് കൂട്ടായ്മ ആചരിക്കാൻ കഴിയാതെ നമ്മെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ, സ്നേഹമില്ലായ്മ ഉണ്ടെങ്കിൽ, നാം ഒന്നുകൂടെ ഒന്ന് പ്രകാശിക്കാൻ ദൈവം പറയുന്നത്. ഞാൻ ആ കാര്യത്തെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും അതേ സ്തോത്രം ആ കാര്യം എടുത്തു പറയുന്നില്ല. പല പ്രാവശ്യം അത് എടുത്തു പറഞ്ഞു. ഞായറാഴ്ചയും ആ സ്നേഹത്തെ കുറിച്ച് തന്നെ ഇവിടെ അത് എടുക്കുവാനായിട്ടിടയായി. ഇന്ന് രാത്രി മറ്റൊരു വശം ഈ വിളക്കിനെ കുറിച്ച് ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനം ഒന്ന് എടുക്കുമോ? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതായ ഒരു വാക്യം തന്നെയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7 മുതൽ വായിക്കുമോ? എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 7. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. നിർത്തി ബൈബിൾ വായിക്കണം. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിൽ നിങ്ങൾ ആരാ? വെളിച്ചമാകുന്നു. പിന്നെ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം, ഹല്ലേലൂയ, ജീവിതത്തിൽ അതേ സ്തോത്രം നാം ചെയ്യാതെ പ്രകാശിക്കേണ്ട ഒരു മണ്ഡലം അത് കർത്താവ് ഓർപ്പിക്കാം. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? ഇരുള. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം. അപ്പൊ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് എങ്ങനെ നടക്കണം? വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ജീവിത വിശുദ്ധിയാകുന്ന വെളിച്ചത്തെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ നടക്കണമെന്നുള്ളത് കർത്താവിന്റെ വചനം ഓർപ്പിക്കുക. കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നടക്കാനായിട്ട്. നമുക്ക് പ്രസാദകരമായതെല്ലാം ചെയ്ത് ജീവിക്കാനായിട്ടല്ല കർത്താവിൽ വെളിച്ചമായിരിക്കുന്ന ഒരു ദൈവവചനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നോക്കേണ്ടത് കർത്താവിന് പ്രസാദകരമായിരിക്കുന്നത് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിതത്തില് നടക്കേണ്ടത്. നാം ചെയ്യുന്ന ഓരോ കാര്യം കർത്താവിന് പ്രസാദകരമാണോ? വിശുദ്ധ ബൈബിളിൽ ചില കാര്യങ്ങൾ അതൊന്ന് ഓർപ്പിക്കട്ടെ. യെശയ്യാപ്രവചനം 58-ാം അധ്യായം എടുക്കും. 58-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. ഐസായ ചാപ്റ്റർ 58 വേഴ്സസ് ഫ്രം 5 through 6. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ പിന്നെ തലയെ വേഴത്തെ പോലെ കുനിക്കുക, എട്ടും വെണ്ണീരും ഇരിക്കുക. ഇതാകുന്നുവോ ഉപവാസം. പിന്നെ ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസം പറയുന്നത്. ഇവിടെ പറയുന്നു, നാളുകളായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ഇസ്രായേൽ ജനമ ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങൾ നാളുകളായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്നു, പക്ഷെ നീ നോക്കുന്നില്ല.
ഞങ്ങൾ നോയമ്പ് നോക്കിയിട്ട് നീ നോക്കാതെ ഇരിക്കുന്ന എന്താ? ഞങ്ങൾ ആത്മദമനം ചെയ്തിട്ട് നീ അറിയാതിരിക്കുന്ന എന്താ? എന്നാ കാര്യമെന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ള ഒരു നോയമ്പല്ല, ഫാസ്റ്റിംഗ് അല്ല, ഉപവാസമല്ല ഈ ജനം എടുത്തത്. അപ്പൊ കർത്താവിൽ വെളിച്ചമായിരിക്കുന്ന ദൈവമക്കൾ പരിശോധിക്കണം. ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന നമ്മുടെ ഉപവാസം ദൈവത്തിന് പ്രസാദകരമാണ്. അല്ലേ? അപ്പൊ ഉപവസിക്കുന്ന ദൈവത്തിന് പ്രസാദമാണ് കേട്ടോ. ദൈവത്തിന് പ്രസാദമാണെങ്കിൽ ചിലർക്ക് ഉപവസിക്കുന്ന കാര്യം അത്ര പ്രസാദമല്ല. ഉപവാസം എന്ന് കേൾക്കുമ്പോഴേ അവരുടെ മുഖമൊക്കെ എന്ത് ചെയ്യും? വാടും. ഹല്ലേലൂയ. ഉപവാസവും പ്രാർത്ഥനയും. അപ്പോസ്തലനായ പൗലോസ്, അതേ സ്തോത്രം, ദൈവമക്കളെ, ആ പൗലോസ്, സീലാസ്, ബർന്നബാസ്, ഈ പ്രിയപ്പെട്ടവരെല്ലാം അന്ത്യോക്യ സഭയുമായിട്ട് കൂട്ടായ്മ ആചരിച്ചവരാണ്. അന്ത്യോക്യ സഭയുടെ ഒരു പ്രത്യേകതയുണ്ട്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം, വേഗത്തിൽ വായിക്കണമേ. അതിന്റെ 1 മുതൽ താഴോട്ടുള്ള ചില വേദഭാഗം വായിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 13 ബർന്നബാസ്, നീഗർ, ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടെ വന്ന മനായേൽ, പിന്നെ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവിടെ ശ്രദ്ധിക്കണേ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി എന്ത് ചെയ്യണം? അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു. ഓർത്തു നോക്കി, അന്ത്യോക്യ സഭയുടെ ഒരു പ്രത്യേകതയാ. ഈ ഉപദേഷ്ടാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവത്തെ എന്ത് ചെയ്തു പോന്നു? ആരാധിച്ചു പോന്നു. ഹല്ലേലൂയ. അപ്പൊ ആ സഭയുടെ ഒരു പ്രത്യേകത ഉപവാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന് പ്രസാദമുള്ള കാര്യമാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കും. പക്ഷെ ഒരു കാര്യം, ഉപവസിക്കുമ്പോൾ വാടിയ മുഖം ഒന്നും എന്ത് ചെയ്യരുത്? കാണിക്കരുത്. അതിന്റെ അർത്ഥം മനുഷ്യർക്ക് വിളങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്? ഉപവസിക്കരുത്. അതിന് പ്രതിഫലം കിട്ടത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ഉപവാസം രഹസ്യത്തിൽ കാണുന്നൊരു പിതാവുണ്ട്. ആ കർത്താവിന് പ്രസാദകരമായ ഉപവാസമാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ഉപവാസത്തിന് പ്രതിഫലമുണ്ട്. ആരും അറിയണ്ട, പാസ്റ്റർ അറിയണ്ട, ദൈവമക്കളെ സ്തോത്രം, പാസ്റ്റമ്മ അറിയണ്ട, ഹല്ലേലൂയ, ആരും അറിയണ്ട നീ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന കാര്യം. ഹല്ലേലൂയ. ആരും പുറത്ത് നിന്നെ അതേ സ്തോത്രം പ്രശംസിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് വരെ രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഉപവസിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഓർക്കണമേ, ദൈവത്തിന് അത് പ്രസാദമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഉപവസിക്കേണ്ട വിഷയത്തിന് നീ എന്ത് ചെയ്യണം? ഉപവസിക്കണം. എന്തിനാ? പുതിയ നിയമത്തിൽ നാം അതേ സ്തോത്രം ദൈവസന്നിധി ഉപവസിക്കേണ്ട ആവശ്യകത കർത്താവ് തന്നെ പറയുവാനിടയായി. ഇന്ന് പകൽ ഞങ്ങള് അതേ സ്തോത്രം നിമയുടെ വീട്ടിൽ അതെ അവരുമായിട്ട് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കാര്യം ഓർപ്പിച്ച അല്ലേ? പ്രൈസ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ എന്തുവാ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. ഏത് ജാതിയെ കുറിച്ചാണെന്നറിയാമോ? ഒരു ചുഴലി അസുഖം പിടിച്ച പ്രിയ പിതാവിന്റെ മോന്, ഹല്ലേലൂയ, ആ അസുഖം പിടിച്ച കൊച്ചനിൽ നിന്ന് ആ ദുരാത്മാവിനെ പുറത്താക്കാൻ ശിഷ്യന്മാരെ കൊണ്ട് എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. അവരെ കർത്താവ് അധികാരപ്പെടുത്തി അയച്ചതാന്ന് ഓർക്കണമേ. അല്ലെ? സകല ഭൂതങ്ങളുടെ മേൽ എന്ത് കൊടുത്തതാ? അധികാരം കൊടുത്തതാ. ദൈവമക്കൾ ശ്രദ്ധിക്കണേ, കർത്താവിന്റെ ജനത്തിനും ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. എന്താ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അധികാരം തരുന്നു. ഒന്നും ഒരു നാട് നിങ്ങൾക്ക് എന്ത് വരുത്തത്തില്ല? ഒരു ദോഷവും വരുത്തത്തില്ല. ദൈവത്താൽ ഐക്യപ്പെട്ട ശിഷ്യന്മാരാ, അധികാരമുള്ള ശിഷ്യന്മാരാ. പക്ഷെ ഒരു കാര്യം, ഈ ചുഴലി അസുഖം പിടിച്ച കൊച്ചിനെ, അവനെ ബാധിക്കുന്ന ആ അശുദ്ധ ആത്മാവിനെ പുറത്താക്കാൻ അവരെ കൊണ്ട് എന്തുവാ? കഴിഞ്ഞില്ല. എന്താ കാര്യം? അധികാരത്തിന്റെ കുറവാണോ? നോ. അയക്കപ്പെടാത്തതിന്റെ കുഴപ്പമാണോ? അല്ല, അയക്കപ്പെട്ടവരാണ്, അധികാരമുള്ളവരാ. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല? അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും ഉപവാസത്തിന്റെയും കുറവ്. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയണമെങ്കിൽ എനിക്ക് നിനക്കും പ്രാർത്ഥന ഉപവാസം ഉണ്ടായിരിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ആവശ്യങ്ങൾ ഇന്നതെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. യാചിക്കും മുമ്പേ അവൻ ആവശ്യമൊക്കെ അറിയുന്നുണ്ട്. ഈ ദിവസങ്ങളെ അത് സാധിച്ചു കിട്ടാൻ വേണ്ടി അല്ല നീ ഉപവസിക്കേണ്ടത്, നിനക്ക് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടി
നീ ഇരിക്കണം ദൈവമക്കളെ, അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടെയാ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അതോറിറ്റി, ഹല്ലേലൂയ, അതിലൂടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓരോരുത്തരെയും കർത്താവ് കണ്ടിരിക്കുന്നുണ്ട്, ഓരോരുത്തരും ദൈവം തെരഞ്ഞെടുത്തതാ, ഓരോരുത്തരെ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ കയ്യാൽ ചില അടയാളങ്ങൾ, ചില അത്ഭുതങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതേ സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നാം അതിന് വേണ്ട കൃപ ദൈവത്തോട് ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉപവാസം ആർക്ക് പ്രസാദകരമായിരിക്കണം? ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. നാം ഉപവസിക്കുമ്പോൾ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ കർത്താവേ തിരുസന്നിധിയിൽ ഇരിക്കുന്നു, നീ എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആദ്യം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വിഷയമല്ല വിഷയം, നമ്മളാ ദൈവസന്നിധി വിഷയം. പലപ്പോഴും നമ്മുടെ ആവശ്യമാണ് നമുക്ക് വിഷയമായിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം നിന്റെ ആവശ്യം എന്തു ആയിക്കൊള്ളട്ടെ, ആവശ്യമല്ല നിന്റെ മുമ്പിൽ വിഷയം, ഞാൻ തന്നെ ഒരു വിഷയമാകട്ടെ. ഞാൻ എന്ന വ്യക്തിയാണ് ദൈവമുമ്പാകെ ഒരു വിഷയം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഓർക്കാറുണ്ട് സ്തോത്രം, എവിടൊക്കെ ഭക്തന്മാർ ദൈവസന്നിധി ഉപവസിച്ചിട്ടുണ്ടോ അവിടെ പറയുന്നുണ്ട്, എസ്രാ ശാസ്ത്രിയ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാ, പഠിപ്പിക്കുന്നവനാ. പക്ഷേ അഹവാറ്റിന്റെ തീരത്തിൽ ഒരാവശ്യത്തിന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തേണ്ടതിനും തന്റെ കുഞ്ഞു കുട്ടികളുടെ ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവസന്നിധി എന്ത് ചെയ്തു? ഉപവാസം. നിങ്ങൾ ഓർക്കണം, ഞാൻ ചോദിക്കട്ടെ സ്തോത്രം, ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? രാജാവിനോട് പടയാളികളെ ചോദിച്ചാൽ പോരായിരുന്നോ വഴിയാത്രയിൽ? ഹല്ലേലൂയ. പക്ഷെ എസ്രാ ശാസ്ത്രി ലക്ഷിച്ചു. കാരണം താൻ സേവിക്കുന്ന ദൈവം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് എസ്രായിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ യാത്രയിൽ മുന്നോട്ട് പോകാൻ ഉറപ്പില്ല. ആ ഉറപ്പ് കിട്ടാനായിരുന്നു എസ്രാ ഉപയോഗിച്ചത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ പൈതൽ തന്റെ വാഗ്ദത്തം നമുക്ക് ചെയ്ത് നിവർത്തിക്കുന്ന ദൈവമാണ്. അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പക്ഷേ ചില സമയത്ത് നമുക്ക് ചില ഉറപ്പുണ്ടാകണമെങ്കിൽ, ചില കാര്യത്തിൽ നിശ്ചയമുണ്ടാകണമെങ്കിൽ, ധൈര്യം ഉണ്ടാകണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഉപവസിച്ചേ പറ്റൂ. അത് ശാസ്ത്രിയാണേലും ഉപവസിച്ചേ പറ്റൂ. ഹല്ലേലൂയ. അത് ആരും ആയിക്കൊള്ളട്ടെ, വചനം നീ നന്നായി ഗ്രഹിക്കുന്ന വ്യക്തിയാണേലും നീ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ ഒന്ന് നീ നിന്നെ തന്നെ താഴ്ത്തിയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നത്? ഉയർത്തുന്നത്. ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ മക്കളെ സ്തോത്രം, കർത്താവിന് താൻ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് ഈ യാത്രയിൽ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സൂക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ കഴിയും, നിന്നെ കൊണ്ട് കഴിയുമെന്ന് സമ്മതിക്കുന്നതാണ് ദൈവസന്നിധി ഉപവാസം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ മക്കള് നിന്നെ തന്നെ താഴ്ത്തുമ്പോൾ, ഹല്ലേലൂയ, കർത്താവെ ഞാൻ ഏതും ഇല്ല, നിന്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെട്ടേ പറ്റൂ, നിന്റെ കൈ ഒന്ന് വെളിപ്പെട്ടേ പറ്റൂ, നിന്റെ കൈ എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ. ഈ കാര്യത്തിൽ കർത്താവേ ഞങ്ങൾക്കൊന്നും ശക്തിയില്ല, ഹല്ലേലൂയ, ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ കഴിയത്തില്ല, എന്നാൽ നീ മതിയായവനെന്ന് സമ്മതിക്കുന്ന ഉപവാസം. നിങ്ങൾക്കറിയോ, യഹോശാഫാത്തിനെതിരെ മെയൂനിയർ, അമോനിയർ, മോവാബിയർ അതെ യുദ്ധത്തിനായിട്ട് വന്നു. നിന്റെ നേരെ ഈ 3 ജാതികളും വരുന്നെന്ന് യഹോശാഫാത്തിന് അറിവ് കിട്ടിയപ്പോൾ താൻ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഉപവാസം പ്രസിദ്ധം ചെയ്തെന്നറിയോ? ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന്റെ മുഖത്ത് ദൈവത്തെ എന്ത് ചെയ്യുന്ന കർത്താവിനെ അന്വേഷിക്കുക. ഹല്ലേലൂയ. അതെ, സാധാ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ നടക്കത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനല്ലേ യഹോശാഫാത്ത് ആണ്. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോൾ ഈ സൈന്യം വരുന്നെന്ന് കണ്ടപ്പോൾ തനിക്ക് ധൈര്യം പോരാ. ഹല്ലേലൂയ. ഇപ്പൊ തനിക്ക് ബലം പോരാ. ഹല്ലേലൂയ. തന്റെ കൈവശമുള്ള സൈന്യം കൊണ്ട് ഈ സൈന്യത്തോട് എതിർക്കാൻ വേണ്ട കഴിവ് തനിക്കില്ല, ശക്തിയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ആളാ, പക്ഷേ ഉള്ള സൈന്യം കൊണ്ട് ഇതിന് നേരെ ചെല്ലാൻ ഒരു ധൈര്യം വേണമെങ്കിൽ യഹോശാഫാത്തിന് ഇവിടെ ഉപവസിച്ച് പറ്റൂ. നിന്റെ പക്കൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതല്ല, നിന്റെ പക്കൽ അല്പമേ ഉള്ളേരും എനിക്കും നിനക്കും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു
ബലം ആവശ്യമാണ്. ആ ബലം നമുക്ക് വരണമെങ്കിൽ ദൈവമുഖം അന്വേഷിക്കാൻ ഉപസിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഉപസിച്ച് ദൈവമുഖം അന്വേഷിച്ച് കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ എന്ത് ചെയ്യും? ഈ ഉപസിക്കുന്നവർ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. നിന്റെ കണ്ണ് പ്രകാശിക്കണം, നിന്റെ വിളക്ക് കത്തേണ്ട പോലെ കത്തണം. മനസ്സിലാകുന്നുണ്ടോ? ഈ കടികളൊക്കെ ശക്തി പ്രാപിച്ചു മുകളിൽ പറന്നെങ്കിൽ മാത്രമേ അതിന്റെ ഇരയെ കാണത്തു. എത്രത്തോളം ഉയരത്തി പറക്കുന്നു അത്രത്തോളം തന്റെ കാഴ്ചശക്തി ചെന്നിട്ട് അതിനുള്ള ഇരയെ കാണുന്നു. ദൈവത്തിന്റെ മക്കളെ, പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൈവസേനയിൽ ഉപവാസത്തോടുകൂടെ നീ കാത്തിരിക്കുന്നെങ്കിൽ നിന്റെ കാഴ്ചപ്പാടിന് മാറ്റം വരും. എന്താ? നീ സേവിക്കുന്ന ദൈവം ആരാന്നറിയും. അവന്റെ ബലം നീ ആരായും. അവൻ ആരെന്ന് നീ മനസ്സിലാകും. ഹല്ലേലൂയ. അത് മനസ്സിലാകണമെങ്കിൽ ദൈവസേനയെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരട്ടെ. കണ്ണ് മങ്ങിയിരിക്കുന്ന അവസ്ഥയൊക്കെ മാറട്ടെ. നീ കഴുകനെ പോലെ എന്ത് ചെയ്യും? ചിറകടിച്ച് അയർ. നിന്റെ ക്ഷീണമൊക്കെ മാറും കേട്ടോ. പ്രൈസലോ. നിന്റെ തളർച്ചയൊക്കെ മാറും. ഹല്ലേലൂയ. മന്ദതകളൊക്കെ ഒന്ന് മാറും, മയക്കങ്ങളൊക്കെ ഒന്ന് മാറും. എന്നാ കാര്യം എന്നറിയോ? നമ്മൾ ഉപവാസിച്ചോണ്ടല്ല, നമ്മൾ ഉപവസിച്ചപ്പോൾ കർത്താവിന്റെ ബലം അറിഞ്ഞതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ ആരെന്ന് നീ ഒന്നുകൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിന്റെ ശക്തി പുതുക്കി. അതാവശ്യം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ യഹോവ എന്റെ ജീവന്റെ, ഞാൻ ആരെ പേടിക്കും. യഹോവ എന്റെ വെളിച്ചവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടും. ഹല്ലേലൂയ. തന്റെ വെളിച്ചം ആരാന്ന് ആർക്ക് നല്ല ഉറപ്പുണ്ട്? ദാവീദിനറിയാം. അതാ പറഞ്ഞെ, നിന്നാ ഞാൻ പടക്കുന്നത് നേരെ എന്റെ ദൈവത്താൽ മല്ലിയാടിക്കണം. നീ എന്റെ ദീപത്തെ കത്തിക്കും, അപ്പോൾ എന്റെ അന്ധകാരം എന്താകും? ഈ ദിവസങ്ങളിൽ വേണ്ട രീതിയിൽ ഒന്ന് പ്രകാശിച്ചാട്ട് ദൈവമക്കളെ. കർത്താവ് നമ്മുടെ അകത്ത് വെളിച്ചമല്ലേ? കർത്താവ് അകത്ത് പ്രകാശിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ചില അന്ധകാരങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറണം. ഹല്ലേലൂയ. മനസ്സിലായോ? ചില അന്ധകാര ശക്തികൾ നിന്റെ മുമ്പിൽ നിന്ന് മാറണം. അത് മാറണമെങ്കിൽ നീ ഒന്ന് പ്രകാശിച്ചാൽ മതി. നീ പ്രകാശിക്കേണ്ട പോലെ പ്രകാശിച്ചാൽ ആ ഇരുള് നിന്റെ മുമ്പിൽ നിന്ന് മാറും. ഹല്ലേലൂയ. വചനം അതാ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം എടുത്താണ് വരുത്തിയെടുക്കണം. സുവിശേഷം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 3-4 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. അവരിൽ ജീവൻ ഉണ്ടായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ എന്തുണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പിന്നെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളോ അതിനെ എന്താ ഇല്ല? പിടിച്ചടക്കിയില്ല. നമ്മെ പിടിച്ചടക്കാനായിട്ട് ഇരുന്ന് വരുന്നത്. പക്ഷേ വെളിച്ചമാകുന്ന ഒരു കർത്താവിന്റെ പൈതന്റെ ഇവന് പിടിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? നീ നിന്റെ വെളിച്ചം ഒന്ന് നന്നായി പ്രകാശിച്ചാ മതി. ഹല്ലേലൂയ. ആ പ്രകാശത്തെ അത് പിടിച്ചടക്കാനായിട്ട് ഇരുട്ടിന്റെ ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. അത് ഓർത്തു നോക്കട്ടെ. ഇന്ന് രാത്രി എന്താ നമുക്കൊരു ഇരുട്ട് പോലെ, എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ, അതേ സ്തോത്രം നാം ആയിരിക്കുന്ന സ്റ്റേജ് ആയിരിക്കാം. പക്ഷെ നിന്റെ വെളിച്ചം ഒന്ന് പ്രകാശിക്കട്ടെ, നീ ധൈര്യത്തോടെ മുന്നേറും. ഇരുട്ടിന് നിന്നെ എന്ത് ചെയ്യാനൊക്കത്തില്ല, പിടിച്ചടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ മക്കളെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഒന്ന് കൂട്ടണേ. അതെന്തിനാണെന്നറിയോ? നമ്മുടെ വെളിച്ചം ഒന്നുകൂടെ പ്രകാശിക്കാൻ വേണ്ടിയാണ്. ചിലതിനെ കീഴടക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ വെളിച്ചം എന്ത് ചെയ്യണം? പ്രകാശിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കിടന്നു നോക്കിയേ, പ്രാർത്ഥനയുടെ ഉപവാസത്തോടുള്ള ബന്ധത്തിൽ കരിന്തിരി കത്തിയിരിക്കുന്നവരൊക്കെ വിളക്കൊന്ന് തെളിയിക്കണം കേട്ടോ. ജയ, നിന്റെ വിളക്ക് നീ പ്രകാശിപ്പിക്കണം. എത്ര നാളായില്ലേ പുകയുന്ന അനുഭവമല്ലേ പ്രാർത്ഥനയോട് ഉപവാസത്തോടുള്ള ബന്ധത്തിൽ അല്ലേ? ദിവസങ്ങളിൽ ഒന്ന് തിളക്കമൊക്കെ ഏറ്റെടുക്കണം. വിളക്ക് തിളക്കം കൊണ്ട് പ്രകാശിക്കുന്ന പോലെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒന്ന് പ്രകാശിക്കണം കേട്ടോ. നിന്റെ അന്ധകാരം പ്രകാശമാവും. ഹല്ലേലൂയ. നീ ഇപ്പൊ അന്ധകാരത്തിൽ ഇരിക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ആ വിളക്ക് ഒന്ന് തെളിച്ചേ പറ്റൂ. ഹല്ലേലൂയ. കരിന്തിരി കത്തുന്ന അനുഭവമല്ല അല്ലേ? നന്നായി ഒന്ന് പ്രകാശിക്കേണ്ട, ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി ഒന്ന് കത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അതിന് മാത്രം കുറവ് എത്തിയരുത്. പറ. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവം അല്ലേ? അപ്പൊ ഒരു ശ്രദ്ധ കൊടുക്കണ്ടേ അതിന്? ശരിയല്ലേ? എപ്പോഴും അത് വാച്ച് ചെയ്യണ്ടേ? ഹല്ലേലൂയ. എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തേക്കണം. അത് നിർത്തിയിട്ടൊരു പരിപാടി വേണ്ട.
ഹല്ലേലൂയ. കേട്ടോ, അത് കെടുത്തിയിട്ട് ഒരു പരിപാടി വേണ്ട. തീരുമാനം എടുക്കാവോ? എടുക്കാവോ? അത് കെടുത്തിയിട്ട് ഒരു പരിപാടിക്ക് പോകരുത്. മനസ്സിലായോ? അതെന്നും കത്തിയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതെന്നും കത്തിയിരിക്കണം. വിളക്ക് എങ്ങനുണ്ട്? ഹല്ലേലൂയ. നാം ഒന്ന് പരിശോധിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ ജീവിതത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിളക്ക് നിരന്തരം ഒന്ന് കത്തണം. കേട്ടോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിസ്സാരമായിട്ട് കാണരുത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന വെളിച്ചം നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, ഉപവാസത്തിൽ ദൈവം നിനക്ക് കഴിഞ്ഞ നാളിൽ തന്നെ കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ നാളിൽ പ്രാർത്ഥനയില് നിനക്ക് കിട്ടിയ വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. ഉപവസിക്കുന്നതിൽ നിനക്ക് കിട്ടിയ വെളിച്ചമുണ്ട്. ഈ ദിവസങ്ങളിൽ ഒന്ന് മടങ്ങി വന്ന് വീണ്ടും ഒന്ന് കത്തനേറ്റെടുക്കുവാൻ, വീണ്ടും പ്രകാശമേറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ചില കുടുംബങ്ങളില് ചില കുടുംബങ്ങൾ ഈ ദിവസങ്ങളില് എഴുന്നേറ്റൊന്ന് പ്രകാശിക്കാൻ ദൈവാത്മാവ് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. ചിലരുടെ കുടുംബ കുടുംബ പ്രാർത്ഥന മുടങ്ങി കിടക്കുന്നിടത്ത് കുടുംബ പ്രാർത്ഥന ഹല്ലേലൂയ ഒന്ന് ഒരുമനപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് ഒരുമനപ്പെടട്ടെ. മക്കളൊന്ന് ഒരുമനപ്പെടട്ടെ. മാതാപിതാക്കൾ ഒരുമനപ്പെടട്ടെ. ഒന്ന് യഥാസ്ഥാനപ്പെട്ട അധ്വാനത്തിനനുസരിച്ചതിന് അനുഭവം എടുക്കുവാൻ കഴിയാതെ ശൂന്യമാക്കുന്ന ചില മിഥ്യാര്യ ശക്തി. എന്നാൽ അതേ സ്തോത്രം ദൈവമക്കളെ, സ്തോത്രം ഇന്ന് രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. ഗിദെയോനും കൂട്ടരും ഹല്ലേലൂയ കുടത്തിനകത്തും പന്തം, അതേ കയ്യിൽ കാഹളമുതി കുടവടച്ചപ്പോൾ ഹല്ലേലൂയ മിഥ്യാര്യ പാച്ചലുണ്ടായി. ഹല്ലേലൂയ. അകത്ത് തന്നിരിക്കുന്ന ചില കത്തലുകളുണ്ട്. ആ കത്തലുകൾ ഈ ദിവസങ്ങളിൽ നീ തെളിയിക്കണം. ചില വാഴ്ചകളും അതിന്റെ അധികാരങ്ങളും വെല്ലുവിളി നടത്ത് ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കിട്ടിയ ദൈവം കത്തിക്കട്ടെ. കിട്ടിയ കത്തൽ ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. അത് അകത്തു നിന്ന് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലത് ഉടയട്ടെ. അത് പുറത്തു വരട്ടെ. ചില വാഴ്ചകളും അധികാരങ്ങളും അതിന്റെ ഭാഷ ചില ദൈവമക്കൾക്ക് കിട്ടിയ കത്തന് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കുന്ന കത്തന്, ഉപവസിക്കാൻ തന്നിരിക്കുന്ന കത്തന് ഈ ദിവസങ്ങളിൽ നീ മൂടി വെക്കാനല്ല. പലപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയാതെ, വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാതെ മറക്കുന്ന പലതുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതൊന്ന് ഉടയട്ടെ. ഇന്ന് രാത്രി അതിനെ ഉടയ്ക്കട്ടെ. ഇന്ന് രാത്രി അതിനെ ഉടച്ച് ഹല്ലേലൂയ അതൊന്ന് കത്തുന്നെങ്കിൽ ഓർപ്പിക്കുന്ന ദൈവത്തിന്റെ മക്കൾ. അതുകൊണ്ട് ആ കിട്ടിയ കത്തല് ഹല്ലേലൂയ അതേ സ്തോത്രം അത് ഈ ദിവസങ്ങളിൽ നീ പുറത്തേക്കൊന്ന് കൊണ്ടുവരണം. ഹല്ലേലൂയ. അല്ല ഇത് മൂടിയൊന്നും വെച്ചേക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം യുദ്ധം ചെയ്യാൻ എപ്പോഴും തയ്യാറായിരുന്നു, ഒരുക്കമായിരുന്നു, മനസ്സൊരുക്കമായിരുന്നു അല്ലേ. പ്രാർത്ഥിക്കാൻ ഒരുക്കമായിരുന്നു, ഈ പന്തം കത്തിക്കാൻ ഒരുക്കമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴ് സ്തോത്രം ഹല്ലേലൂയ പറയും കീഴിലും കട്ടിക്കീഴിലും ഒക്കെ കൊണ്ട് എന്ത് ചെയ്തേക്കുക, മറച്ചു വെച്ചിരിക്കുന്ന അനുഭവം.
അകത്താ, പക്ഷെ അത് പുറത്തെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഉടയ്ക്കേണ്ടതിനെയൊക്കെ ഉടച്ച് ഹല്ലേലൂയ നീ പുറത്തു കൊണ്ടുവരുവാനിടയാകണം. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. മിഥ്യാന്യ വാഴുന്നിടത്ത് അതിന്റെ മേൽ ജയമെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ ആര് കൊണ്ടുപോകരുത്? ശത്രു കൊണ്ടുപോകരുത്. നീ അധ്വാനിക്കുന്നതിനെ ശത്രു കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. നീ അതിന്റെ മേൽ ജയമെടുത്തേ പറ്റത്തുള്ളൂ. മക്കളെങ്കിൽ നമ്മൾ ആരാ? നീതിമാന്റെ അവകാശത്തിന് ദുഷ്ടൻ എന്ന് ഇരിക്കരുത്, ചെങ്കോലിരിക്കരുത്. ഹല്ലേലൂയ. അത് നിന്റെ മേൽ വാഴാനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ അവന്റെ മേൽ അധികാരം നടത്തണം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന അധികാരം ഉപയോഗിക്കാനിടയാകണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. ഈ ഇസ്രായേലിനോട് പറയാ, എനിക്ക് ഇഷ്ടമുള്ള ഉപവാസ ദിവസം ഇതാ, പ്രസാദമുള്ള ദിവസം ഇതാണോ? കർത്താവിന് ഇഷ്ടമാണ് നാം ഉപവസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന് പ്രസാദം വരാത്തതിന്റെ ലിസ്റ്റ് അതിനകത്ത് നിരത്തിയിട്ടുണ്ട്. പ്രമാണത്തിനകത്ത് നിന്നോണ്ടല്ല ഇവരുടെ ഉപവാസം. കർത്താവ് പറഞ്ഞത് പലതും ചെയ്യാതെ ഇവരെന്തെങ്കിലും ചെയ്താൽ ദൈവം നോക്കുമെന്നാണോ? നോ. നമ്മൾ ചെയ്യാൻ കർത്താവ് പറഞ്ഞ കാര്യം ചെയ്യാത്തിടത്തോളം കാലം കർത്താവ് നമ്മൾ ചെയ്യുന്നതിന് നോക്കത്ത് പോലും ഇല്ല. ആദ്യം നമ്മൾ നോക്കേണ്ടത് കർത്താവിന് പറഞ്ഞ കാര്യത്തിൽ നാം ചെയ്യുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവ് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദം വരാത്ത ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. വലിയൊരു ലിസ്റ്റ് 58 അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. അത് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യും? ഉപവാസത്തിൽ പ്രസാദിക്കും. ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഓർപ്പിക്കാം. 19-ാം സങ്കീർത്തനം എടുത്താട്ട് അതിന്റെ സ്തോത്ര അവസാനത്തിൽ 2 വാക്യം വായിച്ചാട്ട്. 19-ാം സങ്കീർത്തനം, Psalms 19, അതിന്റെ അവസാനത്തെ 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കണം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണേ. പിന്നെ വാഴരുത്. പിന്നെ നീ താഴോട്ട്. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പനായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനം ആർക്ക്? നിനക്കെന്തായിരിക്കണം? കർത്താവിന് പ്രസാദമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വായിലെ വാക്കുകൾ. ഹല്ലേലൂയ. കർത്താവിന് ആരായിരിക്കണം? കർത്താവിന് പ്രസാദം വരുത്തുന്നത് അല്ലേ? ആകാത്തതൊന്നും നമ്മുടെ വായിൽ എന്ത് ചെയ്യരുത്. ആത്മീയവർദ്ധനവിനല്ലാത്ത ഒരു വാക്കും ദൈവമക്കളുടെ വായിന്ന് പുറത്തു വരരുത്. ഹല്ലേലൂയ. അല്ലേ? ആത്മീയവർദ്ധനവിന് അന്യോന്യം, അതേ സ്തോത്രം, ആത്മീയവർദ്ധനവിനുള്ളതേ സംസാരിക്കാവൂ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് അല്ലേ? ക്രൈസ്തവരോട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും എന്തായിരിക്കണം? കൃപയോട് കൂടിയതും ആകാത്തൊരു വാക്ക് വായിന്ന് വരരുത്. ഹല്ലേലൂയ. കർത്താവിന് ഇഷ്ടമല്ല ആ കാര്യം. അല്ലേ? നമ്മുടെ വാക്കുകൾ ആർക്ക് പ്രസാദമായിരിക്കണം? ദൈവം യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. ആ ദൈവം എന്തുവാ? എപ്പോഴും എല്ലാരും ഒന്നും ശ്രദ്ധ വെക്കാൻ കിട്ടത്തില്ല, ശ്രദ്ധ വെക്കാനും ഒക്കത്തില്ലല്ലോ. ഇപ്പൊ എല്ലാരും കേൾക്കാൻ എല്ലാരും പറയോ? ഇല്ല. പക്ഷെ കർത്താവ് പറഞ്ഞ അറയിൽ കടന്ന് പറഞ്ഞ ആളേലും വെളിച്ചത്തിൽ എന്തുവാ? അയ്യോ, അറയെന്ന് പറയുന്നത് എന്താ? പഴയ അറയുന്നവരെ അല്ല. വീട്ടിലെ അടുക്കളയിൽ നിന്ന് പറഞ്ഞാലും, ബെഡ്റൂമിൽ ഇരുന്ന് പറഞ്ഞാലും, കമ്പനിയിലെ ഓഫീസ് റൂമിൽ ഇരുന്ന് പറഞ്ഞാലും, കാറിനകത്ത് ഇരുന്ന് പറഞ്ഞാലും, ജീപ്പിനകത്ത് ഇരുന്ന് പറഞ്ഞാലും, ഹോട്ടലിൽ ഇരുന്ന് പറഞ്ഞാലും, പാർക്കിൽ ഇരുന്ന് പറഞ്ഞാലും, അല്ലേ, സഭായോഗത്തിൽ ഇരുന്ന് പറഞ്ഞാലും, എവിടെ ഇരുന്ന് പറഞ്ഞാലും ശ്രദ്ധ വെക്കുന്ന ഒരു കർത്താവ്. അപ്പൊ എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എല്ലാരും കൂടി ഇരുന്ന് പറഞ്ഞത്? എന്തായിരുന്നു? അവിടെ സൗണ്ട് വെക്കരുതെന്ന് പറഞ്ഞു പ്രാർത്ഥന നടക്കണം. വിശ്വാസിയല്ലേ? പ്രാർത്ഥന നടക്കുമ്പോൾ അവർക്കറിയത്തില്ല. നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം. അകത്തൊന്നും നമ്മുടെ വായിന്ന് എന്ത് ചെയ്യരുത്.
കഴിവിട്ട് കൃപയോടെ. നമ്മുടെ നിങ്ങൾ പുറത്തുള്ളവരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം? ഞാൻ കൃപയോട് കൂടിയതായി. അപ്പൊ കർത്താവിന് പ്രസാദം വരാത്ത വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്, വരരുത്. കാരണം യഹോവ ഭക്തനെ തനിക്കായി ഓർതിരിച്ചു. നമ്മുടെ ആ വെളിച്ചം പുറത്തേട്ട് വരട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ ഉണർവെല്ലാം പോയി. ഇപ്പോഴും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ നീ എന്റെ വായിക്ക് കാവൽ നിർത്തി അധരതാരത്തെ എന്ത് ഹല്ലേലൂയ. നമുക്കൊരു സെക്യൂരിറ്റി എവിടെ ആവശ്യം? വായിക്ക് ആവശ്യമാണ്. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വായ എന്ത് ചെയ്യും? അടിഞ്ഞാനിട്ട് കാക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അധരങ്ങളെയൊക്കെ കാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ആകാത്ത ഒന്നും നമ്മുടെ വായിൽ വരരുത്. തമ്മിൽ ആത്മീയവർദ്ധന വരാത്ത ഒരു കാര്യം എന്ത് ചെയ്യണ്ട, സംസാരിക്കണ്ട. ഹല്ലേലൂയ. അല്ലേ, സ്തോത്രം. അതായിരിക്കണം. ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അതെ, സ്തോത്രം. ദൈവത്തിനെ മക്കളെ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുമായിരുന്നു, ഇസ്രായേൽ സഭയെ ദുഷ്ടസഭയെന്ന് കർത്താവ് അഡ്രസ് ചെയ്ത് എന്താണെന്നറിയാമോ? 10 പേര് ഒറ്റ നോക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് മുന്നേറ്റം കൊടുക്കുന്ന ഒരു വാക്ക് അവരെന്ത് ചെയ്തില്ല. 2 പേര് മാത്രം ഹല്ലേലൂയ അവരെ എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ. ഏത് കാര്യത്തോടുള്ള ബന്ധത്തില? വാക്തത്വങ്ങളെ അവകാശമാക്കുന്നതിനുള്ള ബന്ധം. ഹല്ലേലൂയ. മറ്റുള്ളവരൊക്കെ നമ്മൾ വെട്ടുക്കിളിയാണ്, അവരെ അനാക്യര, അവരുടെ മുമ്പിൽ വെട്ടുക്കിളിയ, നമുക്കതൊന്നും പിടിച്ചടക്കാൻ ഒക്കെയില്ലെന്ന്. അതേ സ്തോത്രം. അവരെ നിരാശപ്പെടുത്തുന്ന വാക്കാ പറഞ്ഞെങ്കിലും യോശുവയും കാലേബും ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ഉറച്ചു നിന്നിട്ട് കർത്താവിനെ ഉയർത്തുവാൻ ഇടയായി. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിടിച്ചടക്കാൻ കഴിയും. ഹല്ലേലൂയ. ക്ഷീണിപ്പിക്കുന്ന ഒരു വാക്ക് ദൈവമക്കളുടെ വാക്കിൽ നിന്ന് വരരുത്. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കായിരിക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന വാക്കായിരിക്കട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ മടിപ്പിക്കുന്ന വാക്ക് പറയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് നിന്ന് കർത്താവിന് മഹത്വം വരുന്നതേ നമ്മൾ എന്ത് ചെയ്യാവൂ, പറയാവൂ. ഞാൻ ഓർക്കുമായിരുന്നു പറഞ്ഞ തീർത്ഥാടന ബർണബാസ് അന്ത്യോക്യയിലെ സഭയിലോട്ട് ചെന്നപ്പോ എല്ലാരും ഹൃദയ നിർണയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ എന്ത് ചെയ്തു, പ്രബോധിപ്പിച്ചു. ആരോട് ചേർന്ന് നിൽക്കാന്? കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ. നമ്മുടെ എല്ലാ സഭയിലും എല്ലാ ദൈവമക്കൾക്കും കർത്താവിനോട് നീ എന്ത് ചെയ്യണം, ചേർന്ന് നിൽക്കണം. ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ ഇപ്പോൾ ബ്രദറിൽ പോയാലും ബാപ്റ്റിസ്റ്റ് സഭയിൽ പോയാലും ഹല്ലേലൂയ ചർച്ച് ഓഫ് ഗോഡിൽ പോയാലും IPC പോയാലും അസംബ്ലീസ് ഓഫ് ഗോഡിൽ പോയാലും ഒരു ഗുണമില്ല. എവിടെ ചെന്നാലും നമ്മൾ കർത്താവിനോട് എന്ത് ചെയ്യണം? ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മായിരിക്കുന്ന സഭയ്ക്കകത്ത് ഹല്ലേലൂയ നമ്മെ ഇളക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. അതുകൊണ്ട് ഹൃദയ നിർണയത്തോട് ആരോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു? കർത്താവിനോട് ചേർന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ വാക്കുകളൊക്കെ ആർക്ക് പ്രസാദകരമായിരിക്കണം? കർത്താവിന് അപ്പൊ കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വേണം നമ്മുടെ വാക്കുകൾ പോലും. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്, വരരുത്. അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ സ്തോത്രം. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വാ പ്രസ്താവിക്കുന്നത് തിരുവചനം ഓർപ്പിക്കുമ്പോൾ ആകാത്തൊന്നും നമ്മുടെ വായി വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമായിരിക്കണം നിറയേണ്ടത്. ദൈവനാമം ദൂഷിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുവാനിടയാകും. അതുകൊണ്ട് ഭക്തൻ പറയാ, കർത്താവേ എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് എന്തായിരിക്കണം? ഹല്ലേലൂയ. നമ്മുടെ ധ്യാനം എന്തായിരിക്കണം? കർത്താവിന് പറയുമ്പോൾ നിന്റെ ന്യായപ്രമാണം അതെന്റെ ഇടപെടാതെ എന്താകുന്നു? ധ്യാനമാകുന്നു. ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവനാരാ? ഭാഗ്യവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറൊന്നും എടുത്തു പറയാനില്ലേലും കേട്ടോ. ഹല്ലേലൂയ. ന്യായപ്രമാണം രാപകൽ നിന്റെ ധ്യാനമായിരിക്കട്ടെ. അല്ലെ, നിന്നെ വളർത്തുന്നവൻ ദൈവം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പച്ചിപ്പ് ദൈവം തരും. അല്ലേ, നിനക്ക് പുഷ്ടിമ ദൈവം തരും കേട്ടോ. വേറെ ഒന്നും നിനക്ക് അനുകൂലമല്ലേലും കർത്താവ് നിനക്ക് അനുകൂലമായി
ഹല്ലേലൂയ. നീ ന്യായപ്രമാണത്തിലുള്ളത് ചിന്തിച്ചാണ്. ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിന്ന് പോകരുത്. ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്, മാറരുത്. ദൈവം നിന്നെ വളരുമാറാക്കും. ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തീകരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ധ്യാനം ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ മക്കളെ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ സ്തോത്രം എനിക്ക് 17 തൊട്ടാണ് വായിക്കാം. പ്ലീസ് വായിച്ച്. ഹല്ലേലൂയ. യോഹന്നാന്റെ കൈയിൽ കർത്താവ് സ്നാനപ്പെട്ടത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. പിന്നെ യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇവനിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സാധിച്ചിരിക്കുന്നു. കർത്താവിന് പ്രസാദകരമായ ഒരു കാര്യം ആ പുത്രൻ തമ്പുരാൻ ചെയ്തത്. ഹല്ലേലൂയ. സാധാ ഒരു കാര്യമല്ല, അത് ദൈവത്തിന്റെ ആലോചനയായി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനോട് പറയുന്നുണ്ട്, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് എന്താ? ദൈവത്തിന്റെ നീതി അവിടെ നിവർത്തിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നീ നിൽക്കണം. അവന്റെ ആലോചന അനുസരിക്കുന്നവനായി ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിന്നിൽ പ്രസാദിക്കുന്ന ഒരു സ്വർഗമാണ്. എവിടെയാണെങ്കിലും ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നിൽക്കണം. നീതി ചെയ്യുന്നവനെ ഏത് ജാതിയിലുള്ളവനെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനാണെങ്കിൽ ദൈവമാക്കൾ നീതിക്ക് വേണ്ടി നിൽക്കേണ്ടവരല്ലേ? ഹല്ലേലൂയ. ആണോ? ഹല്ലേലൂയ. എവിടെയാണെങ്കിലും ദൈവത്തിന്റെ ആലോചന അനുസരിക്കാണെങ്കിൽ നേരെ നിൽക്കണം. മറ്റുള്ളവരുടെ സമ്മതം ചോദിക്കാനായിട്ട് ഇരിക്കരുത്. ഇത് കർത്താവിന്റെ ആലോചനയാണെങ്കിൽ നീ ആര് സമ്മതിക്കാനാണോ? നീ ആരാ സമ്മതിക്കുന്നത്? ഈ ദൈവത്തിന്റെ ആലോചനയാണ്. ഒന്നീ ഇത് ദൈവത്തിന്റെ ആലോചന അല്ല, അല്ലെങ്കിൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നിലാ പോലെ നിൽക്കുന്നത്. ഇത് ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ അത് അനുസരിക്കും. ഹല്ലേലൂയ. നീ താമസിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ഒന്നും നീ നോക്കണ്ട. നിന്റെ മീതെ തുറന്നിരിക്കുന്ന ഒരു സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ആരും മാർക്കിടണ്ട. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ. കാരണം ചുറ്റുപാടുകൾ മഷിയായി അംഗീകരിക്കാതിരിക്കുന്ന ചുറ്റുപാടുകളാണ്. ഇവൻ മറിയയുടെ അതേ സ്തോത്രം, ഇവൻ യോസേപ്പിന്റെ മകൻ എന്ന് പറഞ്ഞ് തരം താഴ്ത്തുക. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിൽ സ്വർഗം ശബ്ദം കേൾപ്പിക്കുക, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവനെ ലോകം അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അംഗീകരിക്കുന്ന ഒരു സ്വർഗം ഇന്നും. നീ എപ്പോ ഉയരത്തിലേക്ക് നോക്കിയാലും നിനക്ക് വേണ്ടി തുറന്നിട്ടേക്കുന്നത്. ഹല്ലേലൂയ. ഒരു സ്വർഗം നമുക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും അവരവരെ തന്നെ സമർപ്പിച്ചാൽ രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചത്. ദൈവമേ ആ സ്തോത്രം. നിനക്ക് കിട്ടിയ വെളിച്ചം നിനക്ക് കിട്ടിയ വെളിച്ചം ഇരുളാകരുത്. നമുക്ക് കിട്ടിയ വെളിച്ചം ഇരുളാകരുത്. കർത്താവ് തന്ന വെളിച്ചം ഇരുളായി പോകും. ഹല്ലേലൂയ. ആ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് നിനക്ക് കിട്ടിയ കാഴ്ചപ്പാടുകളുണ്ട്, മങ്ങിപ്പോകരുത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി കിട്ടിയ കാഴ്ചപ്പാട്, ഉപവസിക്കാൻ കിട്ടിയ കാഴ്ചപ്പാട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കാഴ്ചപ്പാടിന് മങ്ങൽ വരരുത് ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അതൊന്ന് പുറത്തേക്ക് വരട്ടെ ദൈവമക്കളെ. ആ വിളക്കൊന്ന് കത്തേണ്ട പോലെ കത്തിയാണ്. ഹല്ലേലൂയ. 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 ആ പ്രകാശം അത് പരത്തേണ്ട പോലെ പരത്തിയാണ്. മറ്റുള്ളവർ ആ വെളിച്ചമെന്ന് കാണട്ടെ. ഹല്ലേലൂയ. അകത്തു വരുന്നവർ ആ വെളിച്ചമെന്ന് കാണട്ടെ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ ദിവസങ്ങളിൽ വീണ്ടും ഒന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തിയാട്ട് ദൈവത്തിന് ഉപവസിക്കേണ്ട വിഷയത്തിൽ ഒന്ന് ഉപവസിപ്പാൻ, ദൈവത്തിന് പ്രസാദം വരുമാറുള്ള ഉപവസിപ്പാൻ ഏൽപ്പിക്കപ്പെടുന്നെങ്കിലും അതിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോശാഫാത്ത് ദൈവമുഖം അന്വേഷിക്കാൻ ഉപവസിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ അഹവാറ്റിന്റെ തീരത്ത് എസ്രാ ശാസ്ത്രി തന്നെത്താൻ താഴ്ത്തേണ്ടതിന് ഉപവസിച്ചല്ലോ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പിന്നെയും നമ്മുടെ ശക്തി ഒന്ന് പുതുക്കുവാൻ, നാം കഴുകനെ പോലൊന്ന് ചിറകടിച്ച് കയറുവാൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് കഴിഞ്ഞ നാളിനേക്കാൾ ഒന്നുകൂടെ മാറ്റം വരുവാൻ, നമ്മുടെ കാഴ്ചപ്പാടിന്റെ മങ്ങലുകളൊക്കെ ഒന്ന് മാറിയിട്ട് പിന്നെ കർത്താവിന്റെ ജീവന്റെ ബലമെന്ന് പറയുവാൻ, അവൻ എന്റെ വെളിച്ചമെന്ന് പറയുവാൻ, അവൻ എന്റെ രക്ഷയെന്ന് പറയുവാൻ, അവൻ എന്റെ കൊമ്പെന്ന് പറയുവാൻ, ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുവാൻ ഈ ദിവസങ്ങളിൽ പിന്നെയും കാത്തിരിക്കട്ടെ. ഭവനത്തിനകത്ത് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പിന്നെയും പ്രകാശിക്കട്ടെ. ഭവനത്തിനകത്ത് അതിന്റെ പ്രാർത്ഥന ഉയരട്ടെ. ഹല്ലേലൂയ കുടുംബ പ്രാർത്ഥന ഉയരട്ടെ, ഉപവാസം ഉയരട്ടെ. ഹല്ലേലൂയ. ചില വിദ്യാലയ ശക്തികളുടെ മേൽ ജയമെടുക്കുവാൻ, അല്ലെങ്കിൽ ചില വാഴ്ചകളുടെ മേൽ, ചില അധികാരങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ നാം ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് എഴുന്നേറ്റ് ഘോഷിക്കുവാൻ ദൈവമക്കൾ എല്ലാവരവരെ തന്നെ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, നമ്മുടെ വായിലെ വാക്കുകൾ കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ധ്യാനം ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. പിന്നെ ന്യായപ്രമാണത്തിലുള്ളത് നീ എന്ന് ധ്യാനിച്ച്, ന്യായപ്രമാണത്തിലുള്ളത് നീ എന്ന് ധ്യാനിച്ച്, ന്യായപ്രമാണത്തിലുള്ളത് നീ എന്ന് ധ്യാനിച്ച്, അത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. എല്ലാവരും അവരവരെ തന്നെ സമർപ്പിച്ചാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, നീതിക്ക് വേണ്ടി നിന്നാട്ട് നിന്റെ മീതെ തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവന്റെ ആലോചന അനുസരിച്ചാട്ട് നിന്നെ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചനയോട് നമ്മൾ ആരും നിരസിക്കരുത്. ദൈവത്തിന്റെ ആലോചനയോട് നമ്മൾ ആരും മത്സരിക്കരുത്. ഈ ദിവസങ്ങളിൽ അവന്റെ ആലോചന അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരായി ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംവിധാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രകാശമായി തീരുവാൻ ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയോട് സഹായിക്കണമേ. കർത്താവെ പരമേശ്വരൻ കർത്താവെ, ഞങ്ങൾ പുറത്തു പോയിട്ടുള്ള കർത്താവെ ജീവിതം ആവശ്യമാണ്. കർത്താവെ വീണ്ടും മടങ്ങി കർത്താവിനെ വീണ്ടും ആരാധിപ്പാൻ, വീണ്ടും ഉപസിക്കാൻ, പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ തരണമേ. പ്രാർത്ഥിക്കണമേ. നടന്നോടൊക്കെ ഞങ്ങൾ ക്ഷമിക്കണമേ. ബലം നൽകണമേ. പിതാവേ